Hello buddies, Technotips Malayalam channel like നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് Picsart ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് ഇതുപോലെ ഒരു ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ അപ്ഡേറ്റ്സിനായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ക്ലിക്ക് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് Picsart ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഏറ്റവും താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാം, അതിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് എഡിറ്റ് എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ടൂൾസിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ക്ലാരിറ്റി, കോൺട്രാസ്റ്റ്, മറ്റു കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടി ഉഷാറാക്കാം. എന്നിട്ട് നമുക്ക് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം മുകളിൽ. പിന്നീട് നമുക്ക് ഇവിടെ സ്ക്രോൾ ചെയ്താൽ ആഡ് ഫോട്ടോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് കട്ടൗട്ട് ചെയ്യണം. നമുക്ക് ഈ ഫോട്ടോയ്ക്കകത്തുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കട്ടൗട്ട് ചെയ്യണം. അതിനായിട്ട് ഇവിടെ കട്ടൗട്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ട ഏരിയകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് മുകളിലുള്ള ആരോ മാർക്ക് കാണാം, അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈസൊക്കെ ചുരുക്കിയിട്ട് നന്നായിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം മുകളിൽ. നമുക്ക് പിന്നീട് ഇതുപോലെ ആണ് വന്നത്. നമുക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് ബ്രഷ് സെലക്ട് ചെയ്തിട്ട് സൈഡിൽ വരച്ച് കൊടുക്കാൻ പറ്റും. വരച്ച ഭാഗം കൂടുതലായാൽ നമുക്ക് റബ്ബർ ഉപയോഗിച്ചിട്ട് മായ്ച്ച് കളയാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് മുകളിൽ സേവ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇതിനെ റീസൈസ് ചെയ്തിട്ട് നമുക്ക് സൈസ് ഒന്ന് ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഏറ്റവും മുകളിലൊരു റബ്ബറിൻ്റെ ഓപ്ഷൻ കാണാം. ആ റബ്ബർ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് തലയുടെ മുകൾ ഭാഗങ്ങൾ കുറച്ചൊക്കെ മായ്ച്ച് കളയാം. ഇതുപോലെ ഞാൻ മായ്ച്ച് കളയുന്നതിൽ മായ്ച്ച് കളയാൻ നിങ്ങൾക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, എന്നിട്ട് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലുള്ള റൈറ്റ് ബട്ടണിലേക്ക് ഓക്കെ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പിന്നീട് നമുക്കിവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫോട്ടോ ആഡ് ചെയ്യണം. എന്നിട്ട് ആഡ് ഫോട്ടോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാനൊരു മൺചട്ടിയുടെ ഫോട്ടോയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ മൺചട്ടിയുടെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കോൺടാക്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ മൺചട്ടിയുടെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നമുക്ക് മായ്ച്ച് കളയണം. നേരത്തെ ചെയ്തതുപോലെ റബ്ബർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതുപോലെ മായ്ച്ച് കളയാം. നിങ്ങൾക്ക് നന്നായിട്ട് മായ്ച്ച് കളയണം. നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മായ്ച്ച് കളയുക. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന കാക്കി കളർ മാത്രം ബാക്കി വെക്കുക. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മായ്ച്ച് കളഞ്ഞിട്ട് നമുക്ക് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് സൈസ് ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് ആ തലയുടെ മുകളിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പമാണ്. എന്നിട്ട് നമുക്ക് താഴെ സ്ക്രോൾ ചെയ്താൽ എഫക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഫോട്ടോയ്ക്ക് കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് എഫക്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് വേണ്ട എഫക്ട്സ് ആഡ് ചെയ്തിട്ട് മുകളിലുള്ള ഓക്കെ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമുക്ക് ഏറ്റവും മുകളിലുള്ള റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഫോട്ടോ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചെറിയൊരു ഫോട്ടോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്